ട്രംപിന്റെ വക ചൈനയ്ക്കും ഗംഭീര പണി വന്നു. ട്രംപിന്റെ തീരുവ അത് വലിയ തോതിൽ ചൈനയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. ചൈനയ്ക്ക് ട്രംപിന്റെ തീരുവ ഭീഷണി. അമേരിക്ക ചൈന വ്യാപാര ബന്ധം വീണ്ടും വഷളാവുകയാണ്. ചൈനീസ് ഇറക്കുമതിക്ക് നവംബർ 1 മുതൽ 100% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നാണ് US പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് ഷീ ഭരണകൂടം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും റദ്ദാക്കി ട്രംപ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. So, but I don't know that we're going to have it, but I'm going to be there regardless, so I would assume we might have it. But, they hit the world with something that really is not anything that people are going to do. And it was shocking. I can tell you, Howard and I and Todd, Scott, we were all speaking about it before. And we said, where did that come from? It was just... That was out of the blue, right? Out of the blue, they came up with this whole import-export concept, and nobody... PR കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. കാർത്തിക്, ഇന്ത്യക്ക് തീരുവ യുദ്ധം ഇന്ത്യയുമായി ട്രംപ് തുടരുന്നുണ്ട്. ഇപ്പോൾ ചൈനയുമായി എന്ന് പറയുമ്പോൾ അത് ലോകക്രമത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, പുതിയ കൂട്ടുകെട്ടുകൾ, ഇന്ത്യ ചൈന ബന്ധവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന ഇനിയുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കിക്കാണണം. രഞ്ജിത്ത്, ലോകത്തെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ അമേരിക്കയും ചൈനയും അവർ തമ്മിൽ വ്യാപാര കാര്യങ്ങളിൽ ഉള്ള അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇതിനാക്കം കൂട്ടിയത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം തന്നെയാണ്. വരുന്ന നവംബർ 1 മുതൽ അമേരിക്കയിലേക്ക് ചൈനയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. നിലവിൽ 30% ശരാശരി തീരുവ ചൈനയ്ക്ക് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇത് നവംബർ 1 മുതൽ 130% എത്തും. സ്വാഭാവികമായും നിലവിൽ ഇന്ത്യക്ക് ബ്രസീലിനുമാണ് ഏറ്റവും കൂടുതൽ അധിക തീരുവ ചുമത്തിയിട്ടുള്ളത് അമേരിക്ക, 50%. നവംബർ 1 മുതൽ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യമായി ചൈന മാറും. സ്വാഭാവികമായും അവർ തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും. നിലവിൽ ഈ പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചത് ചൈനയുടെ ചില തീരുമാനങ്ങളാണ് എന്നാണ് US ഭരണകൂടം അവകാശപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയുടെ കാര്യത്തിലാണ്. കയറ്റുമതിയുടെ കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ചൈന ഏർപ്പെടുത്തി. പ്രത്യേകിച്ച് ഈ അപൂർവ ധാതുക്കൾ ഏറെ നിർണായകമാണ്. കാരണം യുദ്ധവിമാനങ്ങൾ മുതൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ വരെയും അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടറുകളുടെ ഉൽപ്പാദനത്തിലുമൊക്കെ അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയുടെ അപൂർവ ധാതുക്കളാണ്. ലോകത്തിലെ തന്നെ ഈ അപൂർവ ധാതുക്കളിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ 70% ചൈനയിലാണ് എന്നാണ് കണക്കുകൾ. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു അവസരം ഷീ ജിൻപിങ് ഉപയോഗിച്ചു എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നു. പ്രത്യേകിച്ച് ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി വരുന്ന നാളുകളിൽ നടക്കാനുണ്ട്. ഈ ഉച്ചകോടിയുടെ ഭാഗമായി ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സാങ്കേതിക രംഗത്തും US-ഉം ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ രൂക്ഷമാണ്. ഘട്ടം ഘട്ടമായി പല വിഷയങ്ങളിൽ ഉള്ള അഭിപ്രായ ഭിന്നതകളാണ് ഇപ്പോൾ അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നത്. നേരത്തെ അമേരിക്ക സോയാബീൻ ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ആ ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീൻ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ചൈനയിലാണ്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഈ സോയാബീൻ്റെ ഇറക്കുമതി ചൈന നിർത്തിയിരുന്നു. അർജന്റീനയിൽ നിന്ന് ഇറക്കുമതി തുടങ്ങുകയും ചെയ്തിരുന്നു. മാത്രമല്ല ചൈനീസ് കപ്പലുകൾക്ക് അമേരിക്കയിൽ പോർട്ട് ഫീസ് ഉയർത്തി. അതിന് പ്രതികാരം എന്ന വണ്ണം ചൈനയും അമേരിക്കൻ കപ്പലുകൾക്കുള്ള പോർട്ട് ഫീസ് കുത്തനെ കൂട്ടുകയും ചെയ്തു. ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ അവർ തമ്മിലുള്ള ഭിന്നത മാസങ്ങളായി നിലനിൽക്കുന്നു. അത് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. സ്വാഭാവികമായും അത് ആശങ്കാജനകമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് ഏത് തരത്തിൽ ബാധിക്കും എന്നത് ഏറെ നിർണായകമാണ്. വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് ഇന്ത്യക്കൊരു അവസരമായി മാറുമെന്ന്. പക്ഷേ അപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വില കൂടാനും സെമി കണ്ടക്ടറുകളുടെ ഉൽപ്പാദനത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നതുമൊക്കെ അത് ലോകക്രമത്തെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിലാണ് ഏറെ ആശങ്ക നിലനിൽക്കുന്നതും. രഞ്ജിത്ത്, തീർച്ചയായും കാർത്തിക് പറഞ്ഞതുപോലെ നമുക്കറിയാം, നമ്മുടെ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് 6-7 മാസത്തിനുള്ളിൽ, ഒരുപക്ഷെ ഒരു വർഷത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങളും പെട്രോൾ ഡീസൽ വാഹനങ്ങളും തമ്മിലുള്ള വില അത് ഏതാണ്ട് ഏകീകരിക്കും എന്ന തരത്തിലാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധി മന്ത്രിയുടെ പ്രഖ്യാപനത്തെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വനിതാ മാധ്യമ